ഞാനാണ് ഇവിടുത്തെ മെയിൻ. നമസ്കാരം. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ട് വരാം. ഇതിന് മധുരം കുറവാടാ. അതെ, അതൊക്കെ പിന്നെ ചെയ്യാം. നിനക്ക് തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. ഇവിടെ ഹെൽപ്പറായിട്ട് നിക്കണം. അതെ, ആദ്യം ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. അടുത്ത പണി ഇരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ഇത്രയും വലിയ പാത്രങ്ങളൊക്കെയോ? ആലോചിച്ചിട്ട് കുറവാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി എടുത്തോണ്ട് വരാം. എന്തോത്തിനാ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇത് തന്നെ ഒരു സദ്യ വിട്ടം കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. അതെ, ഇനി കിരൺ പൊയ്ക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഞാനിവിടെ നിന്നോളാം. എനിക്കൊരു സ്വസ്ഥതയില്ല. അഞ്ജലിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാലോ. ഇനി ഇതൊന്ന് തണുത്താ മതി. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? എന്നാലേ നീ എന്നെ ഒന്ന് സഹായിക്കേ. ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയേക്ക്. അതെ, ആന്റി തന്നെ അങ്ങ് ചെയ്യും. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി. അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. തൽക്കാലം ഇവിടുന്ന് മുങ്ങ. ചെല്ല് ചെല്ല്, പോയി കഴുക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അവളെ ഇനി കേൾപ്പിയാത്ത കുഴപ്പമുള്ളൂ. என்னடா சத்தம்? ஒண்ணும் இல்லையா, அப்படியே பாத்திரத்துக்கிட்ட பேசி பேசி வெளிக்கிட்டே இருக்கன. അഞ്ജലിക്ക് ജ്യൂസ് വല്ലതും വേണം. വേണ്ട. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അയ്യോ, എനിക്ക് ജ്യൂസ് വേണം കേട്ടോ. വേഗം പാത്രം കഴുകി തീർക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ ആന്റിയുടെ ജ്യൂസ് ഞാൻ എടുക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നൈസായിട്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. അഞ്ചുമോളെ, ഈ ജാം ഉണ്ടാക്കുന്നത് ആന്റി കൂടി ഒന്ന് പഠിപ്പിക്കണേ. എന്തിന്? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ പഠിച്ചു കഴിഞ്ഞാ എന്റെ മോള് വെറുതെ ഇരുന്നാ പോരെ. ഞാൻ അങ്ങ് ഉണ്ടാക്കും ജാമ്. നടന്നത് തന്നെ. ആന്റി പഠിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്ന കാര്യം ഉറപ്പാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടു പഠിച്ചാ മതി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അല്ല, ഇതിന്റെ ചേരുവകളാണല്ലോ പ്രധാനം. ഇളക്കണം അങ്ങോട്ട്. എന്തോ എങ്ങനെ? അതെനിക്കറിയില്ല ആന്റി. അത് ഏട്ടത്തിക്ക് മാത്രമല്ലേ. അത് നിനക്ക് അവള് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. ഇതുവരെ സില്ലി പറയട്ടെ. മറ്റാർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ള എഗ്രിമെന്റിലാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതെ എടി, ഞാൻ അതറിഞ്ഞല്ലെന്താ. കൂടുമ്പോ വേറെയും ചില കാര്യങ്ങൾ കൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം. അടുത്ത തരികിട പരിപാടി എപ്പോ തുടങ്ങുമെന്ന് ചോദിച്ചാ പോരെ. അതെ, ഇത് വലിയൊരു ശല്യായില്ലോ. വേഗം പാത്രം കഴുകി തുടങ്ങിക്കോളൂ. ചെല്ല് ചെല്ല്. അങ്ങനെ പറയല്ലേ. അവളുടെ പാത്രമല്ല പറയുന്നില്ല. എന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഈ പാലം കിടക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഇറങ്ങണം, പുറത്തിറങ്ങണം. 2 ദിവസത്തിനകം 1000 ബോട്ടിൽ കൂടി വേണം. 50,000 രൂപ അഡ്വാൻസും തന്നു. നേരാണോടി നീ പറഞ്ഞത്? അതേന്ന്. 50,000? സത്യമാണോ ഈ പറയുന്നത്? ബിസിനസ് റൺ ത്രൂ ആയ മാസം എങ്ങനെ പോയാലും ഒരു 2 കോടിയുടെ ബിസിനസ് നടക്കും. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. എന്തു പറയണെന്ന്?
അസൂയ എല്ലാവർക്കും തോന്നും. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ചെറിയൊരു തലയിറക്കം. സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാ.